നമസ്കാരം. ധന്വന്തരി ചാനലിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് വാതവ്യാധിയാണ്. രോഗനിദാന സബ്ജക്റ്റിനും കായചികിത്സാ സബ്ജക്റ്റിനും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ വീഡിയോ. നമുക്ക് വാതവ്യാധിയുടെ നിദാന പഞ്ചകം, അതായത് സാമാന്യമായിട്ടുള്ള നിദാന പഞ്ചകം എന്താണെന്ന് നോക്കാം. സാമാന്യ നിദാന. 3 തരത്തിലുള്ള നിദാനങ്ങളാണ് ഉള്ളത്: ആഹാരജ, വിഹാരജ, മാനസിക. ഇങ്ങനെ എഴുതുന്നത് നല്ല പ്രസൻറ്റേഷൻ ആയിരിക്കും. ഫസ്റ്റ് ആഹാരജ: രൂക്ഷ, ശീത, അല്പ, ലഘു, അന്ന, ലംഘന, ആമഭോജന ആണ് ആഹാരജമായിട്ടുള്ള നിദാനം. വാതപ്രകോപം ഉണ്ടാക്കുന്ന നിദാനങ്ങൾ. വിഹാരജ: എക്സസീവ് ആയിട്ടുള്ള എക്സസൈസ്, പിന്നെ രാത്രിയിൽ ഉറക്കമില്ലായ്മ, വിഷമ ഉപചാരം മീൻസ് ട്രീറ്റ്മെൻറ്റ് ഇറഗുലാരിറ്റി ഉണ്ടാവുന്ന, പിന്നെ എക്സസീവ് ആയിട്ട് സ്വിമ്മിങ് ചെയ്യുന്നത്, എക്സസീവ് ആയിട്ട് നടക്കുന്നത്, പിന്നെ വേഗസന്ധാരണം ചെയ്യുന്നത്, അതായത് സപ്രഷൻ ഓഫ് ദ നാച്ചുറൽ അഡ്ജസ്, ഇഞ്ചുറി, പിന്നെ പണ്ട് ഉള്ള വെഹിക്കിൾസ് ഗജ, ഉഷ്ട്ര, അശ്വയാണ്, അതായത് എലിഫൻറ്റ്, ക്യാമൽ ആൻഡ് ഹോഴ്സസ് ആണ്. അതിലുള്ള ട്രാവലിംഗ് ആൻഡ് മർമാഘാത, ദാറ്റ് ഇഞ്ചുറി ടു ദ മർമ്മ. വിഹാരജമായിട്ടുള്ള നിദാനങ്ങൾ ഇതൊക്കെയാണ്. നെക്സ്റ്റ് മാനസിക: ചിന്ത, ശോക, ക്രോധ. ചിന്ത ആൻഡ് ശോക മെയിൻ നിദാന, അതായത് വാദത്തിന് ഇൻക്രീസ് ചെയ്യുന്ന നിദാനം. ദീസ് ആർ ദ സാമാന്യ നിദാന. നെക്സ്റ്റ് ഇസ് ദ സംപ്രാപ്തി. സംപ്രാപ്തി: ഡ്യൂ ടു ദിസ് നിദാന വാദ ഇൻക്രീസ് ആയിട്ട് ബോഡിയിലുള്ള സ്രോതസ്, അതായത് ചാനൽസിൽ പോയിട്ട് അക്കുമുലേറ്റ് ചെയ്യും. ദിസ് ഗെറ്റ് ഫിൽഡ് വിത്ത് വാദ ആൻഡ് പ്രൊഡ്യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്. ഓരോ സ്ഥാനത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ലീഡിങ് ടു ഫൈനലി ആൻഡ് വ്യാധി. നെക്സ്റ്റ് ഇസ് ദ പൂർവ്വരൂപം. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പൂർവ്വരൂപ വാദവ്യാധിക്ക് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് അവ്യക്ത. നെക്സ്റ്റ് ഇസ് ദ ലക്ഷണ. സാമാന്യമായിട്ടുള്ള ലക്ഷണമാണ്, അതായത് പർവ്വസങ്കോച, പെയിൻ ഇൻ ദ ജോയിൻറ്റ്സ്, സ്റ്റിഫ്നെസ് ഇൻ ദ ജോയിൻറ്റ്, ബ്രേക്കിംഗ് ടൈപ്പ് ഓഫ് പെയിൻ, ഹോറിപ്പുലേഷൻസ്, ഉറക്കമില്ലായ്മ, എക്സസീവ് ആയിട്ടുള്ള പെയിൻ. പെയിനാണ് നമ്മുടെ വാദവ്യാധിക്കുള്ള മെയിൻ സിംറ്റം. നെക്സ്റ്റ് ആക്ഷേപ, കൺവൾഷൻസ് ഉണ്ടാകും, ഇറവലവൻ്റ് ആയിട്ടുള്ള സ്പീച്ച് ഉണ്ടാകും, ശോഷ, അതായത് എമാസിയേഷൻ, ഗാത്രസുപ്തത, അതായത് ബോഡി നംനെസ് ഉണ്ടാകും, ആൻഡ് മോഹ, ഡെല്യൂഷൻ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സിംറ്റംസ്. സാമാന്യമായിട്ടുള്ള ചികിത്സാസൂത്രം. ചരകയുടെ ചികിത്സാസൂത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, വാതയ്ക്ക് തൈലം ആയിട്ടുള്ള സ്നേഹമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്നേഹമായിട്ടുള്ള ചികിത്സ തന്നെ ആദ്യം പറഞ്ഞിട്ടുള്ളത് സർപ്പി, തൈലം, വസ, മജ്ജ, സേക, അഭ്യംഗ, ബസ്തി. പോറിങ്, അഭ്യംഗ സേക ആണെങ്കിൽ പോറിങ്, അഭ്യംഗ അതായത് ബോഡി മസാജ്, ആൻഡ് ബസ്തി കൊടുക്കുന്നത് യൂസിങ് സ്നേഹന ദ്രവ്യാസ്. നെക്സ്റ്റ് സ്നേഹന, സ്വേദന, നിവാദസ്ഥാനം, അതായത് എക്സസീവ് ആയിട്ടുള്ള എയർ വെന്റിലേഷൻ ഇല്ലാത്ത സ്ഥലം, മീറ്റ്, സൂപ്പ്, മിൽക്ക്, മധുര, അമ്ല, ലവണ ഭോജനം. ബിക്കോസ് നമുക്കറിയാം രസയിൽ മധുര, അമ്ല, ലവണ കഫവർദ്ധനവും വാദഹരമായിട്ടുള്ള രസങ്ങളാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ ബ്രഹ്മണ. ബ്രഹ്മണ ഇസ് ദ മെയിൻ സർവ്വരോഗങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്, അതായത് വാദത്തിൻ്റെ സർവ്വരോഗങ്ങളുടെയും ട്രീറ്റ്മെൻറ്റായിട്ട് ബ്രഹ്മണ തെറാപ്പി തന്നെ നമുക്ക് കൊടുക്കും. ഫസ്റ്റ് അവർ ഡിസീസസ് പക്ഷാഘാത. പക്ഷാഘാത നമ്മൾ കോമൺലി കേൾക്കുന്ന ഒരു ഡിസീസാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്ട്സ് ആൻഡ് ഇറ്റ്സ് നിദാന പഞ്ചക. അതൊക്കെ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് നമുക്ക് പക്ഷാഘാതത്തിൻ്റെ നിദാന സംപ്രാപ്തി, അതൊക്കെ സാമാന്യമായിട്ടുള്ള നിദാന സംപ്രാപ്തി, അതായത് എക്സാം ലെവൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നിദാനങ്ങൾ വാദവ്യാധിയുടെ സാമാന്യമായിട്ടുള്ള നിദാനം തന്നെ നമുക്ക് നിദാന സംപ്രാപ്തിയിൽ ഒക്കെ എഴുതാം. നമുക്ക് ലക്ഷണാസ് തൊട്ട് ഡിസ്കസ് ചെയ്യാം. ലക്ഷണ: ഹത്വാ ഏകം മാരുതഃ പക്ഷം ദക്ഷിണം വാമമേവ വാ കുര്യ ചേഷ്ടനിവൃത്തിം ഹി രുജം വാക്സ്തംഭമേവ ച. ചരക ചികിത്സാ സ്ഥാനത്തിലുള്ള റെഫറൻസ് ആണ് എടുത്തിട്ടുള്ളത്. പക്ഷാഘാതം നമുക്കറിയാം സ്ട്രോക്കാണ്. സ്ട്രോക്ക് ഇൻ കൊളോക്കിയൽ ലാംഗ്വേജ്, ഇൻ മെഡിക്കൽ ലാംഗ്വേജ് വെൻ വി ആർ ടെല്ലിങ് ഇറ്റ് ഈസ് ഹെമിപ്ലീജിയ. ഹെമിപ്ലീജിയ എന്നൊരു വേർഡിൽ തന്നെ നമുക്കുണ്ട് ഹാഫ് സൈഡ് ഓഫ് ദ ബോഡി എഫക്റ്റ് ചെയ്യുന്നതാണ് പക്ഷാഘാതം. പക്ഷാഘാത, പക്ഷ മീൻസ് half and ghada means affecting. Half of the body is affecting in പക്ഷാഘാത. ഈ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള വാദ എയ്തർ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റിൽ പോയി സെറ്റിൽ ചെയ്തിട്ട് അവിടുത്തെ ബോഡി മൂവ്മെൻറ്റ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക, ആൻഡ് ഇന്നബിലിറ്റി ടു സ്പീച്ച്, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്.
സോ ഇത് നമ്മൾ ഡെയിലി നമ്മുടെ റൊട്ടീൻ ലൈഫിൽ കാണുന്ന ഒരു കേസും കൂടെയാണ്. സോ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്ട്രോക്കുള്ള പേഷ്യൻറ്റിന് അവരുടെ ആ ഒരു സൈഡിലുള്ള ബോഡി പാർട്സിൻ്റെ മൂവ്മെൻറ്റ്സ് അത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. സോ നെക്സ്റ്റ് ഇസ് സംപ്രാപ്തി. ഗൃഹീത്വാ അർദ്ധം ശരീരസ്യ ശിരാഹ സ്നായുവിശോഷ്യ ച പാദം സങ്കോചയതി ഏകം ഹസ്തം വാ തോതശൂലകൃത്. സോ ഇതും ചരക ചികിത്സയിലുള്ള റെഫറൻസ് ആണ്. സോ മോഡേൺലി സ്ട്രോക്ക് അല്ലെങ്കിൽ പാരാലിസിസിനെ മോസ്റ്റ്ലി സെറിബ്രൽ ഡിസീസസ് കാരണമായിരിക്കും ഈ സ്ട്രോക്ക് പാരാലിസിസ് വരുന്നത് എന്നാണ് നമ്മൾ മോഡേൺലി പറയുന്നത്. സോ ബട്ട് ഇൻ കേസ് ഓഫ് ആയുർവേദ ഈ നിദാനങ്ങൾ കാരണം, അതായത് നമ്മൾ സാമാന്യമായിട്ടുള്ള വാത നിദാനങ്ങൾ കണ്ടിരുന്നു. സോ ആ നിദാനങ്ങൾ കാരണം വാത ഇൻക്രീസ് ആവുന്നു. സോ ദിസ് വിൽ കോസ് ശോഷണ, അതായത് ഡ്രൈയിങ് ഓഫ് സിര സ്നായു. അതായത് സിര എന്താണെന്ന് അറിയാം, വെസൽസ് ആണ്, സ്നായു ലിഗമെൻറ്റ്സ് ആണ്. സോ ഇതിൻ്റെ എല്ലാം ശോഷണം കാരണം ആ ബോഡി പാർട്ടിൽ, അതായത് റൈറ്റ് ഓർ ലെഫ്റ്റിലുള്ള പാദ ഓർ ഹസ്ത, അതായത് ഫൂട്ടിലോ അല്ലെങ്കിൽ ഹാൻഡിലോ സങ്കോച, അതായത് കോൺട്രാക്ഷൻസ്. സോ കോൺട്രാക്ഷൻ കാരണം എന്ത് സംഭവിക്കും, അവിടുത്തെ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റ് ആവും ആൻഡ് ഇറ്റ് വിൽ കോസ് തോതശൂല. സോ തോതശൂല ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് പെയിൻ. സോ നമ്മുടെ രോഗനിദാനത്തിൽ തന്നെ മാധവനിദാനയുടെ റെഫറൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദോഷപ്രാധാന്യത പറയുമ്പോൾ വാതയാണ് മെയിൻ എങ്കിലും ഇഫ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പിത്ത, സോ ദർ വിൽ ബി സിംറ്റംസ് ഓഫ് ദാഹ, ജ്വര ആൻഡ് മൂർച്ച, അതായത് ബേണിംഗ് സെൻസേഷൻ, ഫീവർ ആൻഡ് ഫെയിൻറ്റിങ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കഫ, ദെൻ ഇറ്റ് വിൽ കോസ് കോൾഡ്, എഡിമ, ഫീലിംഗ് ഓഫ് ഹെവിനെസ്. സോ കഫയുടെ മെയിനായിട്ടുള്ള സിംറ്റംസ് ഇതൊക്കെയാണ് ദോഷപ്രാധാന്യതയിൽ മാധവനിദാന പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇസ് സാധ്യാസാധ്യത്വ. സോ ഇഫ് ഇറ്റ് ഈസ് വാദ എലോൺ, അതായത് വാദ മാത്രമാണ് പ്രാധാന്യമായിട്ടുള്ള ദോഷം എങ്കിൽ ഇറ്റ് ഈസ് കൃച്ഛ്രസാധ്യ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അതായത് വാദ ഇഫ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പിത്ത ഓർ കഫ ഇറ്റ് വോണ്ട് ബി കോസിങ് മച്ച് പ്രോബ്ലംസ്, ഇറ്റ് ഈസ് സുഖസാധ്യ. സോ ഈ ഡിസീസിൽ ക്ഷയ, അതായത് വേസ്റ്റിംഗ് അസോസിയേറ്റഡ് ആണെങ്കിൽ ഈ കണ്ടീഷൻ അസാധ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഇസ് ദ ചികിത്സ. സോ സാമാന്യ ചികിത്സയും നമുക്ക് ഒരു 15 മാർക്സിൻ്റെ ഇതിൽ എഴുതാം. ബട്ട് ഇൻ കേസ് ഓഫ് പക്ഷാഘാത ഇൻ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് അക്കോർഡിംഗ് ടു ചരക, സ്വേദനം സ്നേഹസംയുക്തം പക്ഷാഘാതേ വിരേചന, അതായത് സ്വേദന കർമ്മ ആൻഡ് സ്നേഹയുക്ത വിരേചന ഇറ്റ് ഷുഡ് ബി അഡ്മിനിസ്ട്രേർഡ് ഫോർ പക്ഷാഘാത. സോ സ്നേഹ യൂസ് ചെയ്ത് വേണം വിരേചനം കൊടുക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു അഷ്ടാംഗഹൃദയ, ഇതിൽ ജസ്റ്റ് ഒരു സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. അതായത് ചരക പറഞ്ഞിട്ടുള്ള സ്വേദനം മാറ്റിയിട്ട് അഷ്ടാംഗഹൃദയ സ്നേഹനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ അതാണ് ഇതിൽ മെയിനായിട്ട് ഓർത്ത് വയ്ക്കാനുള്ളത്. സോ ബാക്കി ശ്ലോകത്തിൻ്റെ വരി സെയിം ആണ്, ബട്ട് ഫസ്റ്റ് വേർഡ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ശുശ്രുത, മൃദുശോധന ആഫ്റ്റർ സ്നേഹന ആൻഡ് സ്വേദന. ആൻഡ് ആക്ഷേപക ചികിത്സ പറഞ്ഞിട്ടുണ്ട്. ആക്ഷേപക ചികിത്സ ദാറ്റ് ഇസ് കൺവെർഷൻസ്. സോ ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു വാദ. സോ ആക്ഷേപകയ്ക്ക് പറഞ്ഞിട്ടുള്ള സെയിം ട്രീറ്റ്മെൻറ്റ് നമുക്ക് പക്ഷാഘാതയ്ക്കും യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ശിരോബസ്തി, സാലവണ ഉപനാഹ, തൈല ഫോർ അഭ്യംഗ, ബലാതൈല ഫോർ അനുവാസന വസ്തി. സോ ഫോർമുലേഷൻസ് നമുക്ക് വാദവ്യാധിക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു 5-6 ഫോർമുലേഷൻസ് പഠിച്ചു വയ്ക്കാം. സോ ദേ ആർ നാരായണ തൈല, മഹാരാസ്നാദി കഷായം, മാഷാ തൈല. സോ ഇതൊക്കെയാണ് പക്ഷാഘാതയുടെ ട്രീറ്റ്മെൻറ്റ്. നെക്സ്റ്റ് പക്ഷാഘാത പോലെ വളരെ കോമൺ ആയിട്ടുള്ള നെക്സ്റ്റ് വാദവ്യാധിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് അർദ്ധിത, ഫേഷ്യൽ പാരാലിസിസ് ഓർ ഫേഷ്യൽ പാൽസി. കോമൺ ആയിട്ട് നമ്മൾ കൊളോക്കിയലി പറയുന്നത് മുഖവാദം എന്നൊക്കെ പറയുന്ന ഡിസീസാണ് അർദ്ധിത. സോ അർദ്ധിതയുടെ നിദാനം. സോ ഗർഭിണി, സൂതിക, ബാല, വൃദ്ധ, ക്ഷീണ, അസ്രക്ഷയ, ഉച്ചൈഭാഷ, ച്യൂയിങ് ഹാർഡ് ഫുഡ്സ്, വിഷമശയന. സോ ഇത് ഗർഭിണികളിൽ കൂടുതൽ കാണപ്പെടുന്നുണ്ട്. സൂതിക, അതായത് ആഫ്റ്റർ ഡെലിവറി ആ സ്ത്രീകൾക്ക്, പിന്നെ ബാല, അതായത് ചിൽഡ്രൻസിന്, പിന്നെ ഓൾഡ് ഏജ് പീപ്പിൾസിന്, പിന്നെ എമാസിയേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനും, പിന്നെ എക്സസീവ് ആയിട്ടുള്ള അസുരക്ഷയ, അതായത് ബ്ലഡ് കണ്ടൻറ്റ് ബോഡിയിൽ കുറവായിട്ടുള്ള ആൾക്കാർക്കും, പിന്നെ ഉച്ചഭാഷ, അതായത് വളരെ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ സംസാരിക്കുന്നത് കൊണ്ട്, ച്യൂയിങ് ഹാർഡ് സബ്സ്റ്റൻസ്, അതായത് ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസിനെ ചവയ്ക്കുന്നത് കൊണ്ടും, വിഷമശയന, അതായത് നമ്മൾ ഇറഗുലറായിട്ടുള്ള തലയാണകൾ, നമ്മുടെ കിടക്കുന്ന ശൈലിയിലെ വ്യത്യാസങ്ങൾ കാരണം ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്
ഇതിൻ്റെ സംപ്രാപ്തി. സോ ഈ മേളെ പറഞ്ഞിട്ടുള്ള ഈ നിദാനങ്ങളുടെ റീസൺ കാരണം വാദം ഇൻക്രീസ് ആവുന്നു. സോ ഇത് ഫേസിലായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് തന്നെ അറിയാം, മുഖവാതയ്ക്ക് ആദ്യം നമ്മൾ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫീച്ചറാണ് ഡീവിയേഷൻ ഓഫ് ദ ഫേസ്. അതായത് ഒരു സൈഡിലോട്ട് ചുണ്ട് ചരിഞ്ഞിരിക്കുക, പിന്നെ കണ്ണ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കുക, പിന്നെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ നമുക്ക് ആ സംസാര രീതിയിൽ തന്നെ നമുക്ക് നാക്കിൻ്റെ തളർവ് നമുക്ക് മനസ്സിലാവും. സോ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബിക്കോസ് വാദ ഈസ് അക്യുമുലേറ്റിംഗ് ഇൻ ഷിരസ്, അതായത് ഹെഡ്, നോസ്, ലിപ്സ്, ചീക്സ്, ഫോർഹെഡ്, ഐസ്. സോ ഈ റീജിയനിലൊക്കെ വാദയുടെ പ്രസൻസ് ഇൻക്രീസ്ഡ് ലെവലിലുള്ളത് കൊണ്ടാണ് ഈ ഡീവിയേഷൻ കാണുന്നത്. നെക്സ്റ്റ് ഇസ് ദ പൂർവ്വരൂപ, അതായത് പ്രിമോണിറ്ററി സിംറ്റംസ്. സോ ആദ്യം ഈ പേഷ്യൻസിൽ എന്തൊക്കെ സിംറ്റമാണ് ഈ രോഗലക്ഷണം കാണുന്നതിന് മുമ്പേ നമ്മൾ കാണുന്നത്? സോ അതായത് രോമഹർഷം, അതായത് രോമാഞ്ചം എന്ന് നമ്മൾ കൊളോക്കിയലി പറയുന്നത്. ഷിവറിങ്, അതായത് ആളിൽ വാതയുടെ ഇൻക്രീസ്ഡ് പ്രസൻസ് കൊണ്ട് വിറച്ചിൽ കാണപ്പെടും. നംനെസ്, അതായത് ഒരു മരവിച്ച അവസ്ഥ. ആൻഡ് നെക്ക് ആൻഡ് ജോ സ്റ്റിഫ്നെസ്. അപ്പം വാദ ഫേസിലാണ് അക്യുമുലേറ്റ് ചെയ്തതുകൊണ്ട് സ്റ്റിഫ്നെസ് ഉറപ്പായിട്ടും നെക്ക് റീജിയനിലും ജാ റീജിയനിലുമാണ് കൂടുതലുള്ളത്. നെക്സ്റ്റ് ഇസ് ദ ലക്ഷണ. സോ ഡീവിയേഷൻ ഓഫ് ദ ഫേസ്. നെക്ക് സ്റ്റിഫ്നെസ്, വിഷൻ ഇസ് ബ്ലഡ് ആൻഡ് സ്ലർഡ് സ്പീച്ച്, പെയിൻ ഇൻ നെക്ക്, ചീക്ക്, ടീത്ത്, ഫ്ലാങ്സ്. സോ ഞാൻ നേരത്തെ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് തന്നെയാണ് ശുശ്രുത ആചാര്യനും പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് ദ പ്രോഗ്നോസിസ്. സോ ഈ കണ്ടീഷൻ normally it is sadhya. So when it is associated with these symptoms, then it is asadhya. When patient is weak, do not blink the eye. When speech is obstructed, 3 വർഷത്തിന് മുകളിലിരിക്കുന്ന കണ്ടീഷൻ. ആൻഡ് ഇഫ് വിത്ത് ഷേക്കിംഗ് ഓഫ് ഹെഡ്. സോ ഈ കണ്ടീഷനിലൊക്കെ ഈ അർദ്ധിത അസാധ്യയായിരിക്കും. സോ നെക്സ്റ്റ് ഇസ് ദ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഫോർ അർദ്ധിത. അക്കോർഡിംഗ് ടു ചരക ആചാര്യ, അർദ്ധിതേ നാവനം മൂർധിനി തൈലം തർപ്പണമേവച്ച നാഡീസ്വേദ ഉപനാഹശ്ച അഭി ആനൂപപിഷിതൈർഹിതാഹ. സോ ഇത് ചരക ചികിത്സാസ്ഥാനം 28 ചാപ്റ്ററിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സോ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഫോർ അർദ്ധിത. സോ മോസ്റ്റ്ലി ജദ്രു-ഊർധ്വത്തിന് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് നസ്യം. സോ ഫസ്റ്റ് തന്നെ നസ്യം. നെക്സ്റ്റ് മൂർധിനി തൈലം. സോ മൂർധിനി തൈലം ഏതൊക്കെയാണെന്നറിയാം. ശിരാഭ്യംഗം, ശിരസേകം, ശിരപിജു ആൻഡ് ശിരബസ്തി. സോ മൂർധിനി തൈലത്തിൻ്റെ പ്രസൻസ് ഇവിടെ നല്ല റിസൾട്ട് ഉണ്ടാക്കും. നെക്സ്റ്റ് തർപ്പണ. തർപ്പണ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് giving nourishment to the body. നെക്സ്റ്റ് നാഡീസ്വേദ, ഉപനാഹം, ആനൂപപിഷ, അതായത് മാർഷി ലാൻഡിലുള്ള മാംസം ഈ കണ്ടീഷനിൽ ഹെൽപ്ഫുള്ളാണ്. ബിക്കോസ് ഇറ്റ് വിൽ ബി ഇൻക്രീസിങ് കഫ ആൻഡ് ഡിക്രീസിങ് വാദ. സോ നെക്സ്റ്റ് അക്കോർഡിംഗ് ടു അഷ്ടാംഗഹൃദയ കുറച്ച് കണ്ടീഷൻസാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എഡിമ, അതായത് സ്വെല്ലിംഗ് ഉള്ള കണ്ടീഷനാണെങ്കിൽ നമുക്ക് വമന കൊടുക്കാം. ഇഫ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദാഹ, അതായത് ബേണിംഗ് സെൻസേഷൻ, രാഗ, അതായത് റെഡിഷ് ഡിസ്കളറേഷൻ, ദെൻ വി ക്യാൻ പ്രൊവൈഡ് സിരാവ്യത. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ശുശ്രുത നമുക്ക് വാദവ്യാധിയുടെ സാമാന്യ ചികിത്സ തന്നെ ചെയ്യാം. നെക്സ്റ്റ് ശിരോബസ്തി, നസ്യ, നാഡീസ്വേദ, ധൂമ, ഉപനാഹ. സോ ധൂമയുടെ കാര്യത്തിൽ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ധൂമയാണ് ക്ഷീരധൂമ. സോ ക്ഷീരധൂമ ഈസ് വെരി എഫക്റ്റീവ് ഇൻ കേസ് ഓഫ് അർദ്ധിത. നെക്സ്റ്റ് ഇറ്റ് ഈസ് സ്പെഷ്യൽ റെഫറൻസ് ഓഫ് ക്ഷീരതൈല. സോ ക്ഷീരതൈലയുടെ സ്പെഷ്യൽ റെഫറൻസ് നമുക്ക് ശുശ്രുത ആചാര്യൻ്റെ ടെക്സ്റ്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ ഫോർമുലേഷൻ. മഹാമാഷാദി തൈലം, കാർപ്പസ്ത്യാദി തൈലം, മാഷാദി തൈലം ആൻഡ് ക്ഷീരസർപ്പി. സോ ക്ഷീരസർപ്പി ഓർ ക്ഷീരതൈല can be used in case of ardhita. So ഈ വീഡിയോ വാദവ്യാധിയുടെ ഫസ്റ്റ് പാർട്ടാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോസ്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു സോ മച്ച്.